ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ മുൻ വർഷ ചോദ്യപേപ്പറാണ്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. വിവരൺ പഠി और प्रश्नों के उत्तर लिखी. ഈ വിവരണം വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആരെയാണ് കാണുന്നത്? ഇവിടെ നമ്മൾ മീനയാണ് കാണുന്നത്. യഹ് മീന ഹേ, ഇത് മീനയാണ്. ഉസ്കി ആയു 10 സാൽ ഹേ, അവളുടെ വയസ്സ്. ആയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സാണ്. അവളുടെ വയസ്സ് 10 സാൽ ഹേ, 10 വയസ്സാണ് മീനയ്ക്കുള്ളത്. 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10. വഹ് GUPS പൻവൂർ കി 5वीं കക്ഷ കി ഛാത്ര ഹേ, അവള് പഠിക്കുന്നത് എവിടെയാണ്? GUPS പനവൂർ സ്കൂളിലാണല്ലേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं, 5ാം ക്ലാസ്സിലാണ്. ഛാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥിയാണ്. മീന കെ ഘർ മേ മാതാജി പിതാജി और ഭായ് ഹേ, മീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ഒരു സഹോദരനുണ്ട്. നമ്മളോട് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മീനയ്ക്ക് പ്രൊഫൈൽ തയ്യാർ കരേ, മീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര്. ഇവിടെ എന്താണ് പേര്? മീന. കക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്. എത്രാം ക്ലാസ്സിലാണ് മീന പഠിക്കുന്നത്? 5वीं, 5ാം ക്ലാസ്സിൽ. സ്കൂൾ GUPS പനവൂർ സ്കൂളിലാണ് മീന പഠിക്കുന്നത്. ആയു, വയസ്സ്. മീനയുടെ വയസ്സ് 10 വയസ്സാണ്. 10. അടുത്തതായിട്ട് അപ്ന നാം ലിഖി, നിങ്ങളുടെ പേര് എഴുതാനാണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്താണോ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഈ പേര് നിങ്ങൾ എഴുതരുത്, നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 2. സൂചന കവിതാംശ പഠേ പ്രശ്നോക്ക് ഉത്തർ ലിഖി. ഈ കവിത വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം. പ്യാര പ്യാര ചന്ദ മാമ, ഗോര ഗോര ചന്ദ മാമ, മേഘ മേഘ മേ ചിപ് ജാത്തെ, കബി കബി തും മുസ്കാത്തെ, ആവോ ആവോ ആംഗൻ മേ ഗേലോ ഗേലോ മേരെ സാത്ത്. കൂട്ടുകാർ കവിത ഒരു പ്രാവശ്യം കൂടി ചൊല്ലുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സമാൻ ധ്വനി വാലെ 4 ശബ്ദ ലിഖി, സമാന സ്വരത്തിലുള്ള 4 ശബ്ദങ്ങൾ എഴുതാനാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ആവോ ആവോ. അതുപോലെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? പ്യാര പ്യാര, ഘോര ഘോര, മേഘ് മേഘ്, കബി കബി, ആവോ ആവോ, ഗേലോ ഗേലോ. അത് നിങ്ങൾ ഇവിടെ എടുത്തെഴുതാം. ഇനി നമ്മളോട് പറഞ്ഞത് കവിതാംശ കേലിയ ഉചിത് ശീർഷക് ദേ, കവിതയ്ക്ക് നല്ലൊരു ശീർഷകം, നല്ലൊരു തരക്കെട്ട് കൊടുക്കാനാണ്. നമുക്ക് എന്ത് കൊടുക്കാം? ചാന്ദ് കെ സാത്ത്, അല്ലെങ്കിൽ ചന്ദാ മാമ, പ്യാരി ചന്ദാ മാമ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ശീർഷകം കൊടുക്കാം. ഈ കവിതയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഇങ്ങനെയുള്ള സിമ്പിൾ ആക്ടിവിറ്റീസാണ് നമുക്ക് ഹിന്ദിയിൽ ചെയ്യാനായിട്ടുണ്ടാവുക. ഈ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന് നിറം കൊടുക്കാനാണ്. നമുക്കെല്ലാവർക്കും ചിത്രത്തിന് നിറം കൊടുക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ നിറം കൊടുക്കേണ്ടത്. ഇവിടെ 1 എന്നുള്ളതിന് നമ്മൾ കാല, ബ്ലാക്ക് കളറാണ് കൊടുക്കേണ്ടത്. 2 എന്നുള്ള സ്ഥലത്ത് പീല, യെല്ലോ കളർ, മഞ്ഞ നിറമാണ് കൊടുക്കേണ്ടത്. 3 നീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീല നിറം തന്നെ, ബ്ലൂ. ഹര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച, ഗ്രീൻ. 5ാമത്തെ കളർ ഏതാണ്? ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നിറമാണ്? ചുവപ്പ്, റെഡ്. അത് ഉപയോഗിച്ച് നിങ്ങൾ ഈ വീടിന് നിറം കൊടുക്കുക കേട്ടോ. ഈ വീടിന് നല്ല രീതിയിൽ നിറം കൊടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ കളേഴ്സിൻ്റെ അർത്ഥം മനസ്സിലാവണം അല്ലേ? കാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആണെന്നും പീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കളേഴ്സിൻ്റെ പേരൊന്ന് പഠിച്ചു വെക്കുക. കാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആണ്, പീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ആണ്, നീല ബ്ലൂ ആണ്, ഹര ഗ്രീൻ, ലാൽ റെഡ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ചിത്രയ്ക്ക് സ്ഥാൻ പർ ശബ്ദ് ചോഡ്കർ കഹാനി പൂരാ കറേ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണോ അതിൻ്റെ പേരാണ് എഴുതി വയ്ക്കേണ്ടത്. ഏക് ദിൻ രാമു, ഒരു ദിവസം രാമു. ഇവിടെ വീടിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുക? ഗർ. ഏക് ദിൻ രാമു ഗർ സെ ഗേദ് കി ആരെ നിക്കല, ചലത്തെ വഹ് ഗേദ് കെ കിനാരെ. ഇതെന്താണ് കൂട്ടുകാരെ? മരമാണ്. മരത്തിന് എന്താ നമ്മൾ ഹിന്ദിയിൽ പറയുക? പേട്. പേട് കെ നീച്ചെ बैठने लगा तब वहाँ एक. ഇതെന്താണ് കൂട്ടുകാരെ? ഇതൊരു കുരങ്ങനാണല്ലേ. കുരങ്ങൻ എന്താ നമ്മൾ ഹിന്ദിയിൽ പറയുക? ബന്ദർ. തബ് വഹാം ഏക്ക് ബന്ദർ ഔർ ഏക്ക് ക്യാറ്റ് ആണിത്, പൂച്ചയാണ്. പൂച്ചയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ ബില്ലി എന്നാണ് പറയുക. ബില്ലി ആയി. ഉൻകെ ഹാത്ത് മേ ഏക്ക് ആണ് കൂട്ടുകാരെ. ഇതൊരു ചക്കയാണ്. ചക്കയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ കഡ്ഹൽ എന്നാണ് പറയുക. ഉൻകെ ഹാത്ത് മേ കഡ്ഹൽ താ. വേ ബഡേ ദുഃഖി ദി. രാമു ने उसने पूछा क्या हुआ? उन्होंने कहा यह काट ना सकते. रामू ने काट कर दी. वे खुशी हुई.
കൂട്ടുകാരെ, ഇത് സിമ്പിളാണ്. നിങ്ങൾ ഈ കഥയുടെ അർത്ഥമൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണോ അതിൻ്റെ പേര് എഴുതി വയ്ക്കുക. അടുത്തതായിട്ട് ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ആമയുടെ മുയലിൻ്റെ കഥ അറിയാലോ. അറിയാത്ത കൂട്ടുകാരുണ്ടാവില്ല അല്ലേ? ആമയുടെ മുയലിൻ്റെ ഒക്കെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ കൊച്ചിലേ തൊട്ട് പഠിക്കുന്നതാണ് ആമയുടെ മുയലിൻ്റെ ഒക്കെ കഥ. അപ്പം നമുക്ക് ആമയുടെ മുയലിൻ്റെ കഥയിലെ കുറച്ച് സീനുകളാണ് കൊടുത്തിട്ടുള്ളത്. 4 സീനുകളുണ്ട്. ആദ്യത്തെ സീനിൽ എന്താണ്, അവർ റണ്ണിങ് റേസ് സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടാമത്തെ സീനിലോ മുയൽ ഓടിപ്പോകുന്നുണ്ട്, പക്ഷെ ആമയാണെങ്കിലോ മെല്ലെ 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 ഇങ്ങനെ വരികയാണ്. മൂന്നാമത്തെ സീനിലാണെങ്കിലോ മുയൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. മുയൽ വിചാരിക്കുന്നത് എന്താണ്, ആമേനെ മെല്ലെ നടന്നു വരുമ്പോഴത്തേനും സമയമാവും, അതുകൊണ്ട് ഞാൻ കുറച്ച് വിശ്രമിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ് ആര്, മുയൽ. അങ്ങനെ മുയൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കുകയാണ്. മുയൽ വിശ്രമിച്ച് എണീക്കുമ്പോഴത്തേനും നമ്മുടെ ആമ ഇവിടെ എത്തി, ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് നമുക്ക് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഓർഡറിലാക്കി എഴുതണം. ആകെ ആകെ ഖർഗോഷ്, പീച്ചെ പീച്ചെ കഞ്ചുവ. കഞ്ചുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമയാണ്, ഖർഗോഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുയലാണ്. ഖർഗോഷ് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്, എന്നാലോ ആമ മെല്ലെ മെല്ലെ വരികയാണ്. ഖർഗോഷിനെ രാസ്തേമേ ആരാം കിയ. ഖർഗോഷ് വഴിയിൽ വെച്ച് ഒന്ന് വിശ്രമിച്ചു. ആരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്രമിക്കുക, രാസ്തേ വഴി. കച്ചുവ और ഖർഗോഷ് दौड़ की तैयारी में है. ആമയും മുയലും ഓട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കച്ചുവ ജിത്ത, ആമ ജയിച്ചു. ഇതെങ്ങനെയാണ് നമുക്ക് ഓർഡറിലാക്കി എഴുതുക? ആദ്യം ഏതായിരിക്കും വരിക? ആദ്യം ഇതാണ് വരിക അല്ലേ. കച്ചുവ और ഖർഗോഷ് दौड़ की तैयार में है. അവർ രണ്ടുപേരും റണ്ണിങ് റേസിന് തയ്യാറായി ഇരിക്കുകയാണ്. രണ്ടാമതായിട്ടോ ആകെ ആകെ ഖർഗോഷ്, പീച്ചെ പീച്ചെ കച്ചുവ. ഖർഗോഷ് ഇങ്ങനെ നല്ല സ്പീഡിൽ പോവാണ്, മെല്ലെ മെല്ലെ നമ്മുടെ ആമയും എത്തുന്നുണ്ട്. ഇനി മൂന്നാമത് എന്താണ് വരുന്നത്? ഖർഗോഷിനെ രാസ്തേമേ ആരാം കിയ. ഖർഗോഷ് വഴിയിൽ വെച്ച് വിശ്രമിച്ചു. ഇനി നാലാമത് വരുന്നത് കച്ചുവ ജിത്ത, ആമ ജയിച്ചു. അപ്പം നിങ്ങൾ അത് ഇവിടെ എഴുതി കൊടുക്കട്ടോ, ഓർഡറിലാക്കി എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ, കഹാനി കേരി ഉചിത് ശീർഷക് ലിഖി. ഈ ഒരു കഥയ്ക്ക് നല്ലൊരു തലക്കെട്ട് കൊടുക്കാനാണ്. നമുക്ക് എന്ത് കൊടുക്കാം? ഖർഗോഷ് ആർ കച്ചുവ എന്ന് കൊടുക്കാം, അതായത് ആമയും മുയലും. അടുത്ത പ്രവർത്തനത്തിൽ നമുക്കിവിടെ ബോക്സിൽ കുറച്ച് മൃഗങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ പാൽത്തു ജാൻവർ, ജംഗ്ലി ജാൻവർ എന്ന് തരംതിരിക്കണം. പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ. ജംഗ്ലി ജാൻവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളാണ്, കാടുകളിൽ കാണുന്ന മൃഗങ്ങൾ. ബോക്സിൽ ഏതൊക്കെ മൃഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ഷേർ സിംഹം, ഗായ് പശു, ബില്ലി പൂച്ച, ബാലു കരടി, ബക്കരി ആട്. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്? പാൽത്തു ജാൻവർ ഏതൊക്കെയാണ്? ഗായ്, ബക്കരി, ബില്ലി. ആട്, പശു, പൂച്ച. ഇനി ജംഗ്ലി ജാൻവർ ആരൊക്കെയാണ്? ഷേർ, ബാലു, സിംഹവും കരടിയും. അവരെ കാണുന്ന എവിടെയാണ്? കാട്ടിലല്ലേ, അതുകൊണ്ട് അവർ ജംഗ്ലി ജാൻവറാണ്.